السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കഴിവിനനുസരിച്ച് പാലിക്കണമെന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഫർ മാസത്തിൽ ഇസ്ലാമിക ലോകത്ത് വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. സഫർ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ നാം ആ ചരിത്രങ്ങളിൽ കേട്ടതുപോലെ ഒരു സ്വാഭാവിക മാസമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ വലിയ ഖൈറുകൾ ഉണ്ടായ, ഖൈറുകൾക്ക് തുടക്കം കുറിച്ച, ഒരുപാട് വേദനിപ്പിക്കുന്ന സംഭവങ്ങളും എല്ലാം ഇടകലർന്ന ഒരു മാസമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സഫർ മാസം എന്ന് പറയുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നടന്നത് സഫറിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബും ഫാത്തിമ റളിയല്ലാഹു അൻഹുമ അവരുടെ വിവാഹം നടന്നത് സഫർ മാസത്തിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വലിയ ഖൈറുകൾക്ക് തുടക്കം കുറിച്ച ഒരു സംഭവമാണ് ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം. അതുപോലെ ഇസ്ലാമിക ലോകത്ത് വലിയ ഖൈർ സമ്മാനിച്ച ഒരു വിഷയമാണ് അലി ഫാത്തിമ റളിയല്ലാഹു അൻഹുമയുടെ വിവാഹം എന്ന് പറയുന്നത്. അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും സഫർ മാസത്തിൽ ഉണ്ടായതും നമ്മൾ മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന സുഖങ്ങളും ദുഃഖങ്ങളും, അതിലപ്പുറം സഫർ എന്ന മാസത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് അതിൽ ബാധിച്ച ഖൈറ് കൊണ്ടോ അതിൽ ബാധിച്ച ഷർറ് കൊണ്ടോ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത വിധിച്ചത് ചരിത്രത്തിൽ കാണുന്നില്ല. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തുന്ന സന്ദർഭത്തിന് മുമ്പുള്ള ജാഹിലിയത്തുകാർ, അവർക്ക് സഫർ മാസം എന്ന് പറയുന്നത് ശകുനത്തിൻ്റെ ദിവസമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിനെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീത്ത്
ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്വ, പകർച്ചവ്യാധി ഇല്ല, വലാ തീറത, ശകുനം നോക്കലുമില്ല, വലാ ഹാമത, കൂമനെ കൊണ്ട് ശകുനം നോക്കുന്ന പ്രവണതയും ഇല്ല, വലാ സഫറ, സഫർ മാസത്തിനെ കൊണ്ടുള്ള ശകുനവും ഇല്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ 4 കാര്യങ്ങളെ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് എന്തിൻ്റെ ഉദ്ദേശത്തിലാണ്? അവയൊന്നും ഈ ലോകത്തില്ല എന്നാണോ? അതല്ലെങ്കിൽ അതിന് യാഥാർത്ഥ്യമില്ല, അതിനെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളില്ല എന്നാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് പകർച്ചവ്യാധി ഇല്ല എന്നാണ്. അതേ സന്ദർഭത്തിൽ മറ്റൊരു സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർച്ചവ്യാധിയെ സംബന്ധിച്ച് താക്കീത് നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു നാട്ടിൽ പകർച്ചവ്യാധി സ്ഥിരപ്പെട്ടാൽ അവിടെയുള്ളവർ മറ്റൊരിടത്തേക്കോ മറ്റുള്ളിടത്തുള്ളവർ അവിടത്തേക്കോ പോകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. പകർച്ചവ്യാധി ബാധിച്ചവനിൽ നിന്ന് സിംഹത്തിൽ നിന്ന് ഓടുന്ന പോലെ നിങ്ങൾ അകലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പകർച്ചവ്യാധി ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അതേ സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ചുള്ള ചില അബദ്ധധാരണകൾ ജാഹിലിയത്തുകാർക്കുണ്ടായിരുന്നു. ആ അബദ്ധധാരണകളില്ല. ഏത് രോഗവും അത് പകർച്ചവ്യാധിയാണെങ്കിലും അല്ലെങ്കിലും അതൊന്നും ആ രോഗമല്ല മറ്റൊരാൾക്ക് രോഗം നൽകുന്നത്, അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് എന്ന അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം മറന്നുകൊണ്ടുള്ള ഒരു പ്രവണത ജാഹിലിയത്തുകാരിൽ ഉണ്ടായപ്പോൾ അതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിച്ചത്. അതുപോലെ അവിടുന്ന് പറഞ്ഞു, വലാ തീറത, ശകുനമില്ല എന്ന്. തീറത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പക്ഷി എന്നാണ് അർത്ഥം. പക്ഷിയുമായി ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പക്ഷിയില്ല എന്നാണ് റസൂലുള്ളാഹി ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരാളും പറയില്ല. ലോകത്ത് പക്ഷികളുണ്ട്, മനുഷ്യന്മാർ പക്ഷികളെ കാണുന്നു. അതേ സന്ദർഭത്തിൽ പക്ഷിയെ കൊണ്ട് നിങ്ങൾ കാണുന്ന ചില വിശ്വാസങ്ങളുണ്ട്, അതിന് യാഥാർത്ഥ്യമില്ല. അഥവാ ഇവർ പക്ഷികളെ പറത്തുമായിരുന്നു. ഇവർ പക്ഷികളെ പറത്തുകയും ആ പക്ഷി വലത്തോട്ട് പറന്നാൽ അയാൾ തീരുമാനിച്ച കാര്യത്തിൽ മുന്നോട്ട് പോകാൻ അയാൾ ഉറപ്പിക്കും. താൻ പറപ്പിച്ച പക്ഷി ഇടത്തോട്ട് പറന്നാൽ അതിൻ്റെ ജീവിതത്തിൽ ഒരു ഖൈറില്ല, ശകുനമാണെന്ന് മനസ്സിലാക്കി അയാൾ തീരുമാനിച്ച കാര്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രവണത ജാഹിലിയത്തുകാർക്കുണ്ടായിരുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരു പക്ഷി ഇല്ല. വല ഹാമത, അതുപോലെ കൂമനില്ല. കൂമൻ എന്ന് പറയുന്ന പക്ഷി, അതിനെ സംബന്ധിച്ചും ജാഹിലിയത്തുകാർ ചില വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ കൂമൻ എന്ന പക്ഷി ലോകത്തില്ല എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത്. അതിനെ സംബന്ധിച്ചുള്ള വിശ്വാസമില്ല. എന്തായിരുന്നു വിശ്വാസം? ഏതെങ്കിലും ഒരു വീടിൻ്റെ പുറത്ത് കൂമൻ വന്നിരുന്ന് ശബ്ദിച്ചാൽ ഈ വീട്ടിലെ ആരോ മരിക്കാനായിട്ടുണ്ട് എന്ന വിശ്വാസം ജാഹിലിയത്തുകാർക്കുണ്ടായിരുന്നു. ആ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുന്നു. ഒരാളുടെ മരണവും കൂമന്റെ കരച്ചിലും തമ്മിൽ ബന്ധമില്ല എന്ന് റസൂലുള്ളാഹി അറിയിക്കുന്നു. അതുപോലെ വലാ സഫറ, സഫർ മാസമില്ല. സഫർ മാസമില്ല എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്താണ്? നിക്കാഹുമായി ബന്ധപ്പെട്ട് ജാഹിലിയത്തുകാർ സഫർ മാസത്തെ ശകുനമായി കണ്ടിരുന്നു. സഫർ മാസത്തിൽ അവർ യാത്ര ചെയ്യും, അവർ യുദ്ധം ചെയ്യും, കച്ചവടയാത്ര ആരംഭിക്കും. അതേ സന്ദർഭത്തിൽ സഫറിൽ വിവാഹം ഉത്തമമല്ല എന്ന ഒരു വിശ്വാസം ജാഹിലിയത്തുകാർക്കുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരു സഫറും ഇല്ല. ഈ സഫറില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശത്തിൽ പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട 3 വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന്, ജാഹിലിയത്തുകാർ സഫർ മാസത്തെ സംബന്ധിച്ച് ചെയ്തിരുന്ന ഒരു അക്രമം ഉണ്ടായിരുന്നു. നമ്മൾ മുഹറത്തെ സംബന്ധിക്കുന്ന ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചു. അഥവാ മുഹറം മാസത്തിൽ യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ ജാഹിലിയത്തുകാർക്ക് വന്നാൽ അവരുടെ വിശ്വാസം അനുസരിച്ച് മുഹറം പവിത്രമായ മാസമാണ്, യുദ്ധം നിഷിദ്ധമാണ്. അതേ സന്ദർഭത്തിൽ അവർക്ക് മുഹറത്തിൽ യുദ്ധം ചെയ്യാൻ മുട്ടിയാൽ അവർ പറയും, ഈ വർഷത്തെ മുഹറം നമ്മൾ സഫറിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നു. എന്നിട്ട് ആ മുഹറം ഇപ്രാവശ്യത്തേത് മുഹറം അല്ല എന്നവരാട് വാദിക്കും. എന്നിട്ട് അവർ ആ മുഹറത്തിൽ യുദ്ധം ചെയ്യും. അങ്ങനെ നിങ്ങൾ കണ്ടിരുന്ന ഒരു സഫർ ഇല്ല.
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്നതാണ് അതിൻ്റെ ഒരു വിശദീകരണം. മറ്റൊന്ന്, സഫർ എന്ന് പറയുന്നത് വയറിലുള്ള ഒരു പുഴുവാണ്. ആ പുഴു പകർച്ചവ്യാധിയേക്കാൾ അപകടകാരിയും മനുഷ്യന് മരണം വിധിക്കുന്നതുമാണ് എന്ന ഒരു സങ്കല്പവും അതിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ചില വിശ്വാസങ്ങൾ ജാഹിലിയത്തുകാർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു സഫർ, അള്ളാഹുവിൻ്റെ പരിധി വിട്ടിട്ടുള്ള ഒരു സഫർ, അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലില്ലാത്ത ഒരു രോഗമില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിഷേധിച്ചു. മൂന്നാമത്തതാണ് നമ്മൾ പറഞ്ഞ സഫർ മാസത്തെ സംബന്ധിച്ചുള്ള ശകുനം. ആ സഫർ മാസം ശകുനത്തിൻ്റെ മാസമാണെന്നും ആ സന്ദർഭത്തിലുള്ള വിവാഹം ഉത്തമമല്ല എന്നും ജാഹിലിയത്തുകാർ വിശ്വസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയും നിഷേധിക്കുന്നു. അങ്ങനെ ഒരാളുടെ വിവാഹവും ഖൈറിലാവണോ ഷർറിലാവണോ എന്നതിൽ സഫർ എന്ന മാസത്തിനോ സഫറിലെ ഏതെങ്കിലും ദിനത്തിനോ ബന്ധമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ച് പറയുന്നു. അതുകൊണ്ടാണ് സഫർ മാസത്തെ സംബന്ധിക്കുന്ന ചർച്ചയിൽ നമ്മൾ ശകുനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സഫർ മാസത്തിലുള്ള ശകുനം ആ സഫർ മാസത്തിൽ മാത്രമല്ലാതെ വർഷത്തിലെ വിവിധ ദിവസങ്ങളിലും വിവിധ ആഴ്ചകളിലും ശകുനം കാണുന്ന പ്രവണത ഇന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിലും ഉണ്ട് എന്നതുകൊണ്ടാണ് ഈ വിഷയം വളരെ ഗൗരവമേറിയതായി മാറുന്നത്. മുസ്ലിം സമുദായത്തിലെ ഒരു വലിയ വിഭാഗം അവരുടെ ജീവിതത്തിൽ കച്ചവടം തുടങ്ങുമ്പോഴും വിവാഹം ആലോചിക്കുമ്പോഴും വിവാഹം നിശ്ചയിക്കുമ്പോഴും പഠനത്തിന് ആരംഭിക്കുമ്പോഴും എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ഉസ്താദ് ഇപ്പോൾ കിതാബ് ആരംഭിക്കുമ്പോഴും വിദ്യാർത്ഥികൾക്ക് കിതാബ് തുടങ്ങുമ്പോൾ പോലും ശകുന ദിവസങ്ങൾ നോക്കിയിട്ട് മാത്രം തുടങ്ങുന്ന അവസ്ഥ പലരുടെയും സംസാരത്തിലും പ്രവർത്തനത്തിലും അവരുടെ എഴുത്തുകുത്തുകളിലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാളികൾക്കിടയിൽ മാത്രം വന്ന ഒന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ട. ലോകാടിസ്ഥാനത്തിൽ പഴയ കാലം മുതലേ നിലനിൽക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ശകുനം നോക്കൽ എന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ച ചില ആയത്തുകളിൽ നമുക്ക് മനസ്സിലാവും. സൂറത്തുൽ അറാഫിന്റെ 131-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഫിർഔൻ ശകുനം പറഞ്ഞതിനെ സംബന്ധിച്ച് നമുക്ക് കാണാം. അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ് വലാകിന്ന അക്തറഹും ലാ യഅലമൂൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഫിർഔനിൻ്റെ ആളുകളും മൂസാ നബി അലൈഹിസ്സലാമിനെ പല കാര്യങ്ങൾ പറഞ്ഞ് വിമർശിച്ചിരുന്നു. ഫിർഔനിനും കിബ്തികൾക്കും ബനൂ ഇസ്രായേലുകാരും അടങ്ങുന്ന മിസ്റിലെ ആളുകൾക്ക് ഒരു സന്ദർഭത്തിൽ വരൾച്ച വന്നിരുന്നു. അതുപോലെ രക്തം കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിച്ചിരുന്നു. വ്യത്യസ്തങ്ങളായ മോശപ്പെട്ട പരീക്ഷണങ്ങൾ ഫിർഔനും കൂട്ടരും മാറി ചിന്തിക്കുമോ എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ബാധിപ്പിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞു, ഇത് മൂസയുടെ തൗഹീദും കാരണം നമുക്ക് ശകുനം ബാധിച്ചതാണ് എന്ന് ഫിർഔനും കൂട്ടരും പറയാൻ തുടങ്ങി. ഈ മൂസ വന്നതിന് ശേഷമാണ് ഈ പ്രയാസങ്ങളൊക്കെ വന്നത്. അവർ പറഞ്ഞത് സത്യത്തിൽ ശരിയാണ്. മൂസാ നബി അലൈഹിസ്സലാം വന്ന ശേഷം അവിടുന്ന് ദഅവത്ത് ആരംഭിച്ചതിന് ശേഷമായിരുന്നു ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയത്. അവരെ അള്ളാഹു പേന കൊണ്ട് പരീക്ഷിച്ചിരുന്നു, തവള കൊണ്ട് പരീക്ഷിച്ചിരുന്നു. തവള ശല്യം കൊണ്ടുള്ള പരീക്ഷണം, രക്തം കൊണ്ടുള്ള പരീക്ഷണം, അങ്ങനെ വരൾച്ച കൊണ്ടുള്ള പരീക്ഷണം, അങ്ങനെ വ്യത്യസ്ത പരീക്ഷണങ്ങൾ ഫിർഔനിനും സമൂഹത്തിനും അള്ളാഹു ബാധിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് മൂസ വന്നതിന് ശേഷമാണ് ഉണ്ടായത്, മൂസയാണ് ഞങ്ങളുടെ ശകുനം എന്ന് മൂസാ അലൈഹി ഇസ്ലാമിനെ അവർ ആരോപിക്കാൻ തുടങ്ങി. അതിന് മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് വിശദീകരിച്ച കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലാ നിങ്ങൾ അറിയണം, ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, അവരുടെ ശകുനം അത് അള്ളാഹുവിൽ നിന്നാണ്, അത് മൂസാ നബി കൊണ്ടുവന്നതല്ല. അവരുടെ ശകുനത്തിൻ്റെ കാരണം അത് അള്ളാഹുവാണ് അവർക്ക് ആ ശകുനം നൽകിയത്. എന്തുകൊണ്ട്? അവരുടെ ശിർക്കും കുഫറും കാരണം. ഒരാൾക്ക് ഒരു മോശപ്പെട്ട കാര്യം ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച തിന്മ കൊണ്ടാണ്. അത് ഏതെങ്കിലും വ്യക്തിയുമായി ബന്ധമുള്ളതല്ല, ഏതെങ്കിലും ദിവസമോ സമയമോ മൃഗമോ പക്ഷിയോമായി ബന്ധമുള്ളതല്ല. ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ് വലാകിന്ന അക്തറഹും ലാ യഅലമൂൻ. പക്ഷെ അവരിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല. എൻ്റെ ചെയ്തി കൊണ്ടാണ് എനിക്ക് ബാധിച്ച പ്രശ്നം എന്ന് തിരിച്ചറിയുകയും ആ തിന്മ എന്താണോ അത് മാറ്റിവെക്കുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ അവിടെയുള്ളൂ. പക്ഷെ അവർ സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. എല്ലാം മറ്റുള്ളവരുടെ മേത്തേക്കിട്ട്
അവനവൻ ക്ലിയറാണ് എന്ന് വാദിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഫിർഔനിനും കൂട്ടർക്കും ഉണ്ടായിരുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിമർശിച്ചു. ഇതറിയിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് ശകുനം നോക്കലുണ്ട്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സൂറത്ത് യാസീനിൽ അല്ലാഹു സൂചിപ്പിച്ചു. സൂറത്ത് യാസീനിൽ അല്ലാഹു 3 നബിമാരുടെ കഥ പറയുന്നുണ്ട്. ഒരു നാട്ടിലേക്ക് ഒരേ സമയത്ത് 3 നബിമാരെ അല്ലാഹു ദഅവത്ത് നടത്താൻ പറഞ്ഞയച്ചു. ആ 3 നബിമാരെ സംബന്ധിച്ച് അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് ശകുനമാണ് എന്ന് പറഞ്ഞു. ഇന്നാ തതയ്യർനാ ലക്കും ഇന്നാ തതയ്യർനാ ബിക്കും, നിങ്ങളെ ഞങ്ങൾ ശകുനമായി കാണുന്നു, നിങ്ങൾ ഞങ്ങൾക്കൊരു ദോഷം വരുത്തുമെന്ന് ഞങ്ങൾ കാണുന്നു, വിശ്വസിക്കുന്നു എന്ന് ആ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞപ്പോൾ അവരോട് ആ നബിമാർ പറഞ്ഞ മറുപടി പറഞ്ഞു അല്ലാഹു ഖാലു ത്വാഇറുകും മഅകും, നിങ്ങൾ ഈ പറയുന്ന ശകുനം നിങ്ങളുടെ കൂടെയാണുള്ളത്, അതിൻ്റെ കാരണം ഞങ്ങളല്ല നിങ്ങളാണ്. എന്താ നിങ്ങളെന്ന് കാരണം? അത് നിങ്ങളുടെ ചെയ്തിയാണ്, കുഫറാണ്, ശിർക്കാണ്, നിങ്ങൾ ചെയ്ത പാപമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള തിന്മകളുടെ കാരണം. അത് ഒരു നബി വന്നതുകൊണ്ടോ ഏതെങ്കിലും ഒരു ദിവസത്തിലായി എന്നതുകൊണ്ടോ ആണ് എന്ന് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർ പറഞ്ഞ മറുപടി സൂറത്ത് യാസീനിൽ എടുത്തുദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പൂർവ്വകാലം മുതലേ ഈ ശകുന വിശ്വാസം ഉണ്ടായിരുന്നു. ആ ജാഹിലിയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സന്ദർഭത്തിലും ഈ കാര്യം ഉണ്ടായിരുന്നു. അത് വ്യാപകമായിരുന്നു. ആ വ്യാപകം ആയ ഒരു സംഗതി ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്ക് അതിലെ യഥാർത്ഥ അഖീദ പഠിപ്പിച്ചു കൊടുക്കുന്നു, അതിലെ യഥാർത്ഥ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെയൊരു ശകുനമില്ല, അങ്ങനെയൊരു ശകുനം നോക്കലില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഈ ശകുനത്തിൻ്റെ വിധി പഠിപ്പിക്കാൻ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ശകുനം എന്താണ് എന്നും അതിൻ്റെ വിധി എന്താണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത അബൂ ദാവൂദ് തന്റെ കിതാബിൽ കൊണ്ടുവന്ന ഹദീസിൽ നമുക്ക് കാണാം അത്തിയറതു ശിർകുൻ, ശകുനം നോക്കൽ ശിർക്കാകുന്നു. അത്തിയറതു ശിർകുൻ, ശകുനം നോക്കൽ ശിർക്കാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ ആവർത്തിച്ചു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എന്തുകൊണ്ടാണ് ശകുനം ശിർക്കായത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ശകുനം നോക്കൽ ശിർക്കായി എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതിന് 2 അവസ്ഥകളുണ്ട്. ഒന്ന്, ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തു പോകുന്ന ഷിർക്കുണ്ട്, അതിനാണ് വലിയ ഷിർക്ക് എന്ന് പറയാം. രണ്ടാമത്തത് ചെറിയ ഷിർക്കുണ്ട്. ചെറിയ ഷിർക്ക് സംഭവിച്ചാൽ അത് വൻപാപമാണ് എന്ന് പറയും. അതേ സന്ദർഭത്തിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് മാത്രം, എന്നാൽ ഗുരുതരമായ പാപമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 2 ഷിർക്കുണ്ട്. ഒന്നാമത്തെ ഷിർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്ന കാര്യത്തിന് അർഹതപ്പെടുന്ന ഷിർക്കാണ് ഒന്നാമത് പറഞ്ഞത്. ഇസ്ലാമിൽ നിന്ന് അയാൾ അതോടുകൂടി പുറത്തു പോകും, അതോടുകൂടി അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതാണ് വലിയ ഷിർക്ക് എന്നതിൻ്റെ ഉദ്ദേശം. രണ്ടാമത്തത് ചെറിയ ഷിർക്കാണ്. ചെറിയ ഷിർക്ക് ചെയ്താൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല, പക്ഷേ അയാൾ ചെയ്തത് ഗുരുതരമായ പാപമാകുന്നു, വൻപാപമാകുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞു വൻപാപത്തിൻ്റെയും മേലെ സ്ഥാനമർഹിക്കുന്ന കാര്യമാണ് ചെറിയ ഷിർക്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ വലിയ ഷിർക്ക്, എന്താണ് ചെറിയ ഷിർക്ക്? അതറിഞ്ഞാലാണ് ശകുനം എന്തിലാ പെടുക, ശകുനത്തിൻ്റെ വിധി എന്താണ്, അത് എന്തിലേക്കാണ് ചേർക്കപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വലിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിവുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമായ ഒരു കാര്യം ഒരു മനുഷ്യൻ, ഒരാൾ അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും വെച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിധിയില്ലാതെ കേൾക്കുന്നവനാണ്. അപ്പോൾ ഒരാൾ ഏതെങ്കിലും വലിയനെ കുറിച്ച് അയാൾ പരിധിയില്ലാതെ കേൾക്കും എന്ന് വിശ്വസിച്ചാൽ അത് വലിയ ഷിർക്കാകുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇന്ന് പലരും CM മടവൂറിനെ സംബന്ധിച്ച് വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അതൊരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന വലിയ ഷിർക്കിൽപ്പെടും. അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് മറ്റൊരാൾക്ക് നിർവഹിച്ചാൽ, മറ്റൊരാളോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് വലിയ ഷിർക്കാണ്, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതകൾ, അള്ളാഹുവിൻ്റെ മാത്രം അവകാശങ്ങൾ അത് മറ്റൊരാൾക്ക് വെച്ചു കൊടുത്തു.
ആ പ്രത്യേകത മറ്റൊരാൾക്ക് വെച്ചു കൊടുത്താൽ അതോടുകൂടി അയാൾ വലിയ ശിർക്ക് ചെയ്തവനും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അയാൾ യോഗ്യനുമാണ്. ഇതാണ് വലിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഇനി ചെറിയ ശിർക്കുണ്ട്. ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ അതിന് വിവിധ വിശദീകരണങ്ങളുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ വിഷയത്തിലേക്ക് ചേർക്കാനുള്ളത് ഞാൻ പറയാം. ചെറിയ ശിർക്കിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമായി വെച്ചിട്ടില്ലാത്ത ഒന്ന്, ഏതെങ്കിലും ഒരു കാര്യം നേടാൻ അള്ളാഹു കാരണമായി വെച്ചിട്ടില്ലാത്ത ഒന്നിനെ ഒരാൾ കാരണമായി സ്വീകരിച്ചാൽ അതാണ് ചെറിയ ശിർക്ക് എന്ന് പറയാം. അള്ളാഹു കാരണമാക്കാത്തൊരു കാര്യം അതിനെ ഒരാൾ കാരണമാണ് എന്ന് വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ദുന്യവിയായ ജീവിതത്തിൽ നമ്മുടെ മതപരമായ ആവശ്യങ്ങൾക്കും ദുന്യവിയായ ആവശ്യങ്ങൾക്കും അത് നേടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത കാരണങ്ങൾ ദുനിയാവിൽ സംവിധാനിച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാരണങ്ങളെ സമീപിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പരിണിതഫലമായി നമുക്ക് ആ കാര്യം നേടിത്തരാം, ചിലപ്പോൾ നേടിത്തരൂല. അത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചിരിക്കും. ഇതാണ് കാരണം എന്ന് പറയുമ്പോൾ. ഇപ്പം ആ കാരണം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് ഹലാലായ കാരണം ഉണ്ടാവും, ഹറാമായ കാരണം ഉണ്ടാവും. ഒരാൾക്ക് വിശപ്പുണ്ട്, വിശപ്പ് മാറ്റണം എന്ന കാര്യം കിട്ടാൻ അയാളുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാരണം ഭക്ഷണം കഴിക്കലാണ്. ആ ഭക്ഷണം കഴിക്കുക എന്ന കാരണത്തിൽ താൻ സമ്പാദിച്ചത് കഴിച്ചാൽ അയാൾ ഹലാലായ കാരണം സ്വീകരിച്ചു എന്ന് പറയും. സമ്പാദിച്ചത് വെച്ച് അയാൾ ഭക്ഷണം വില കൊടുത്ത് വാങ്ങി അത് പാകം ചെയ്ത് അയാൾ കഴിച്ചാൽ അയാളെക്കുറിച്ച് നമ്മൾ പറയും അയാൾ ഹലാലായ കാരണം സ്വീകരിച്ചു, വിശപ്പടക്കുക എന്ന കാര്യം നേടി എന്ന് പറയും. ഇനി ഇയാൾ വിശപ്പടങ്ങാൻ വേണ്ടി മോഷ്ടിച്ചുകൊണ്ട് അയാൾ കഴിച്ചാൽ നമ്മൾ അയാളോട് പറയും അയാൾ സ്വീകരിച്ച കാരണം നിഷിദ്ധമായ കാരണമാണ്, പക്ഷെ അയാൾ അതിൻ്റെ പേരിൽ ശിർക്ക് ചെയ്തു എന്ന് പറയൂല. മോഷ്ടിക്കുക എന്നതൊരിക്കലും അള്ളാഹു സമ്പാദ്യത്തിന് കാരണമായി വെച്ചിട്ടില്ല. എങ്ങനെ? മതപരമായിട്ട് കാരണമായി വെച്ചിട്ടില്ല. എന്നാൽ ഭൗതികപരമായി മോഷണം ഒരാൾക്ക് സമ്പാദ്യ മാർഗമാണ്. അത് അള്ളാഹു മതത്തിൽ ഹലാലാക്കിയിട്ടില്ല. അതുകൊണ്ട് മതത്തിൽ ഹലാലാക്കിയോ ഇല്ലേ എന്നതിനപ്പുറം ഭൗതിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണമാക്കിയോ ഇല്ലേ? ഭൗതിക ലോകത്ത് കാരണമാക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ചാൽ അയാൾ ഹറാം ചെയ്തു എന്ന് പറയും. അതേസമയം ഷിർക്ക് ചെയ്തു എന്ന് പറയില്ല. ഷിർക്കാവുന്നത് എന്താണ്? അത് അതിനും അപ്പുറത്താണ്. എന്താണ്? ഇയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത ഒരു കാരണത്തെ സങ്കല്പിക്കുന്നു, അല്ലെങ്കിൽ ആരോ സങ്കല്പിച്ചതിനെ ഇയാൾ വിശ്വസിക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നു ഇത് കാരണം എനിക്ക് ഈ ഗുണം ലഭിച്ചു, ഇത് കാരണം എനിക്ക് ഈ ദോഷം ബാധിച്ചു, ഇത് കാരണം എന്നെ ഈ ദോഷത്തിൽ നിന്ന് തടഞ്ഞു എന്ന് ഭൗതികമായിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത ഒരു കാരണത്തെ ഇയാൾ കാരണമായി വാദിക്കുന്നു. ഇതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം എന്താ പറയാ? ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രോഗമുണ്ടെന്ന് കൂട്ടാം. അയാൾക്ക് രോഗമുണ്ട്, രോഗം മാറുക എന്ന കാര്യം അയാൾക്ക് കിട്ടണം. എൻ്റെ രോഗം മാറണം, ഈ രോഗം മാറാൻ അയാൾ കാരണം സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം മാറാൻ സ്വീകരിച്ച കാരണമാണ് മരുന്ന്, ചികിത്സ എന്ന് പറയുന്നത്. തദാവൗ, നിങ്ങൾ ചികിത്സിക്കുക, ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പം രോഗം മാറുക എന്ന കാര്യത്തിന് ഒരാൾ മരുന്നുപയോഗിക്കുക എന്ന കാരണം സ്വീകരിച്ചാൽ അത് അടിസ്ഥാനപരമായി ഭൗതിക കാരണമാണ്. ആ ഭൗതിക കാരണം സ്വീകരിക്കൽ അനുവദനീയവുമാണ്, ഹലാലാണ്. അതിനൊരാളെക്കുറിച്ച് ഒരാൾ മരുന്നുപയോഗിച്ചാൽ, ചികിത്സിച്ചാൽ അയാൾ ശിർക്ക് ചെയ്തു എന്നും പറയൂല, ഹറാം ചെയ്തു എന്നും പറയൂല. എന്തുകൊണ്ട്? രോഗം മാറുക എന്ന കാര്യത്തിന് മരുന്നുപയോഗിക്കുക എന്ന കാരണം ശറഅ് അനുവദിച്ചിരിക്കുന്നു. ഇനി ഒരാൾ രോഗം മാറുക എന്ന കാര്യത്തിന് വേണ്ടി മതപരമായ ഒരു കാരണം സ്വീകരിച്ചു. എന്താ മതപരമായ കാരണം? റുഖിയ ചെയ്യൽ, മന്ത്രിക്കൽ. നമുക്ക് രോഗം വന്നാൽ, വേദന വന്നാൽ, വ്യത്യസ്തങ്ങളായ അസുഖം വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ നടത്താൻ പറഞ്ഞു, മന്ത്രിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദതാനിയും മറ്റനേകം ദിക്റുകളൊക്കെ ഉപയോഗിച്ച് മന്ത്രിക്കുന്നു, ശരീരത്തിൽ കൈവച്ച് മന്ത്രിക്കുന്നു, കൈകളിൽ ഊതി ശരീരത്തിൽ തടവുന്ന മന്ത്രം, ഒരാൾക്ക് ഖുർആൻ ഓതി കൊടുത്തുകൊണ്ടുള്ള മന്ത്രം. ഇങ്ങനെ അയാൾ മന്ത്രം നടത്തിയാൽ
അതിനെക്കുറിച്ച് നമ്മൾ പറയും. അത് ഭൗതികപരമായ ഒരു കാരണമല്ല, ആത്മീയമായ കാരണമാണ്, മതപരമായ കാരണമാണ്. അതൊരാൾ സ്വീകരിച്ചു, അതും ശറഇൽ സ്ഥിരപ്പെട്ടു, അള്ളാഹു അനുവദിച്ചു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആര് ശിർക്ക് എന്ന് പറയൂല, മറിച്ച് അതിനെ സുന്നത്ത് എന്നാ പറയാം, പ്രതിഫലാർഹമാണ് എന്ന് പറയും. എന്നാൽ ഒരാൾ തൻ്റെ ജീവിതത്തിൽ അസുഖം വന്നപ്പോൾ അയാൾ തങ്ങളെടുത്തു പോയി, തങ്ങൾ അയാൾക്ക് ഊതിക്കൊടുത്ത ഏലസ് അയാൾ കെട്ടി, ഇസ്മിൻ്റെ ആളുകളെ സമീപിച്ചു, തൽസമാത്തിൻ്റെ ആളുകളെ സമീപിച്ചു. അവർ നൽകിയ കെട്ട് അയാൾ കയ്യിൽ ബന്ധിച്ചു. അയാൾ വിശ്വസിക്കുന്നു, ഞാൻ ഈ നൂല് ശരീരത്തിൽ ബന്ധിച്ചാൽ അള്ളാഹു എൻ്റെ രോഗം മാറ്റും. നമ്മൾ പറയും, ഈ നൂല് ശരീരത്തിൽ ബന്ധിച്ചാൽ അത് രോഗം മാറ്റുന്നതാണെന്ന് ഭൗതിക ശാസ്ത്രം കൊണ്ട് തെളിഞ്ഞിട്ടില്ല. ഒന്ന്, ഒരാൾ കയ്യിൽ നൂല് കെട്ടിയാൽ അയാളുടെ പനി മാറും, അയാളുടെ അസുഖം മാറും എന്ന് ഭൗതിക ലോകത്ത് വൈദ്യശാസ്ത്രത്തിൽ തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ടത് ഭൗതികപരമായ കാരണമല്ല. ഒന്ന്. ഇനി അത് ആത്മീയമായി പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആത്മീയമായി പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, അതുണ്ടായിരുന്ന ജാഹിലിയത്തുകാരെ വിമർശിച്ചു, അത് ശിർക്കാന്ന് പഠിപ്പിച്ചു. അപ്പോൾ ഒരാൾ രോഗം മാറുക എന്ന കാര്യത്തിന് സങ്കല്പിച്ചു കൊട്ടിയ ഒരു കാരണത്തെ സ്വീകരിച്ചു, അതിന് ശിർക്കാന്ന് പറയും. എങ്കിൽ അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു, അത് ശിർക്കാണ്. ഇനി അത് വലിയ ശിർക്കാണോ ചെറിയ ശിർക്കാണോ, രണ്ടിനും സാധ്യതയുണ്ട്. എപ്പോഴാ വലിയ ശിർക്കാവല്? അയാൾ വിശ്വസിച്ചു, ഞാൻ ഈ ഏലസ് കെട്ടിയാൽ, കയ്യിൽ നൂല് ബന്ധിച്ചാൽ ഈ നൂല് എൻ്റെ രോഗം മാറ്റും. അല്ലല്ല, ഞാൻ ഈ നൂല് കെട്ടിയ നൂലാണ് എൻ്റെ രോഗം മാറ്റാൻ പോകുന്നത്, ഈ നൂലാണ് എനിക്ക് ഗുണം നൽകാൻ പോകുന്നത്, ആ ഏലസാണ് എനിക്ക് ഗുണം നൽകുന്നത് എന്നാണ് അയാളുടെ വിശ്വാസമെങ്കിൽ അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകപ്പെട്ട ശിഫ, ശമനം നൽകുക എന്നത് ഈ നൂലിന് അയാൾ ആരോപിച്ചിരിക്കുന്നു. ശിർക്കാണ്, വലിയ ശിർക്കാണ്. അതേസമയം സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ ഏലസ് കെട്ടുന്നവരിൽ പൊതുവെ കാണപ്പെടുന്ന വിശ്വാസം, ഏലസ് കെട്ടിയ അള്ള രോഗം മാറ്റും. ഏലസ് കെട്ടിയ ഏലസ് രോഗം മാറ്റുന്നല്ല, ഏലസ് കെട്ടിയാൽ അള്ളാഹു രോഗം മാറ്റും എന്നാണെങ്കിൽ അത് ചെറിയ ശിർക്കാണ്. എന്തുകൊണ്ട്? സങ്കല്പിച്ചു കൂട്ടിയ ഒരു കാരണത്തെ കാര്യം നേടാൻ അയാൾ കാരണമായി സ്വീകരിച്ചിരിക്കുന്നു. എങ്കിൽ ഈ പറയുന്ന ശകുനം നോക്കൽ അത് ചെറിയ ശിർക്കിലാണോ ഉൾപ്പെടുന്നത്, വലിയ ശിർക്കിലാണോ ഉൾപ്പെടുന്നത്? പണ്ഡിതന്മാർ വിശദീകരിച്ചു, അത് വ്യക്തിയുടെ വിശ്വാസമനുസരിച്ചിരിക്കും. ഒരാൾ ശകുനം നോക്കി, എന്താ ശകുനം നോക്കുന്നത്? പല കാരണത്താൽ അയാൾ ശകുനം നോക്കാറുണ്ട്. പണ്ഡിതന്മാർ അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ പറഞ്ഞതിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞ സാധാരണ നാട്ടിൽ നടക്കുന്നൊരു ഉദാഹരണം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ അതിൻ്റെ വ്യത്യസ്ത വേറെ രൂപമാണ്. അയാൾ ഖുർആനിലെ സൂറത്ത് മുസ്ഹഫാണ് തുറന്നപ്പോൾ അയാൾ നോക്കിയപ്പം നരകത്തെക്കുറിച്ചുള്ള ആയത്താണ് കണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ അന്നത്തെ കാര്യം പോയി എന്നാണ് തീരുമാനിച്ചു. മുസ്ഹഫ് തുറന്നപ്പോൾ കണ്ടത് സ്വർഗത്തിനെ കുറിച്ചുള്ള ആയത്താണ്, അല്ലെങ്കിൽ സന്തോഷം നൽകുന്നൊരു വിഷയം പരാമർശിക്കുന്ന ആയത്താണെങ്കിൽ എനിക്ക് കാര്യം ഉഷാറാണെന്ന് പറയും. നമ്മുടെ നാട്ടിൽ രണ്ടുപേരും ഇതിലേതെങ്കിലും ഇത് തൊടുക, അതിലേതെങ്കിലും തൊട്ടിട്ട് ഓൻ്റെത് ശരിയായെന്നുണ്ടെങ്കിൽ ഉഷാറായി, അതാ തൊട്ടത്, എന്നാ എൻ്റെ കാര്യം പോക്കാണ്, എന്നാ പിന്നെ വേണ്ടാന്ന് നോക്കും. കറുത്ത പൂച്ച മുന്നിലൂടെ നടന്നാൽ, ഒരു ഉദ്ദിഷ്ട കാര്യത്തിന് ഇറങ്ങിയെടുത്ത് പറകുന്ന ആരെങ്കിലും വിളിച്ചാൽ, ഇറങ്ങിയെടുത്തുനിന്ന് പിറകൊക്കെ തിരിഞ്ഞു നടന്നാൽ, ഇങ്ങനെ പല കാരണങ്ങളാണ് ഓരോ നാട്ടിലുള്ളത്. ഈ കാരണങ്ങളൊക്കെ ശകുനമാണ്. ഈ ശകുനത്തിൻ്റെ രണ്ട് തലങ്ങളുണ്ട്. ഒന്നെന്താന്ന് വെച്ചാൽ, ഇത് പലരോടത്തുനിന്നും കേട്ട് മനസ്സ് കയറിയതിന് കാരണത്താൽ മനസ്സിലൊരാൾക്ക് ഇതൊരു പ്രയാസമായി ഇങ്ങനെ നിൽക്കുക, ഇത് ശകുനാവോ ഇല്ലേ, കറുത്ത പൂച്ച മുന്നിലൂടെ പോയി, അതോടുകൂടി അയാൾക്ക് മനസ്സിൽ വിഷമം തുടങ്ങി. എന്നിരുന്നാലും അയാൾ മുന്നോട്ട് സഞ്ചരിച്ചു. ഈ മനസ്സിലെ വിഷമം ശകുനമാകുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെതിരെ നടപടി എടുക്കുകയില്ല. ഒരാൾക്ക് കറുത്ത പൂച്ച മുന്നിലൂടെ വന്നാൽ പല ചിന്തകളും ഉണ്ടാവും, പല വികാരങ്ങളും ഉണ്ടാവാം. ഒരാൾ കറുത്ത പൂച്ച മുന്നിലൂടെ വന്നാൽ ആ പൂച്ച എന്തിനാ പോയതെന്ന് ആലോചിക്കാം. വേറൊരാൾക്ക് പൂച്ച കറുത്തതോ വെളുത്തതോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഒരു പൂച്ച മുന്നിലൂടെ പോയി ചിലപ്പോൾ ആ പൂച്ച എവിടേക്കായി പോണത് നോക്കും. അയാൾക്ക് ഈ ശകുനത്തെക്കുറിച്ച് വിശ്വാസമില്ല, ഈ ശകുനത്തെക്കുറിച്ച് കേട്ടിട്ടുമില്ല. അയാൾക്കതൊരു സ്വാഭാവിക പ്രവർത്തന സംഭവം മാത്രമാണ്. അയാൾക്ക് മനസ്സിൽ ഒന്നുമില്ല എന്ന് പറയും. ഒരാൾക്കിത് കേട്ടിട്ടുണ്ട്, വിശ്വാസമൊന്നുമില്ല, അല്ലെങ്കിൽ അയാൾ കേട്ടിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടില്ല. അയാളുടെ മുമ്പിലൂടെ ഒരു കറുത്ത പൂച്ച പോയപ്പോൾ അത് മുതൽ ഇയാൾക്കൊരു വിഷമം. ആ വിഷമം അയാളിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കെ തന്നെ അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടാവണില്ല.
അപ്പോൾ ഒന്നുകൂടി ഇനിയിപ്പോൾ തെറ്റാവോ എന്ന് അയാൾക്ക് സംശയം. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ശകുനമാകുന്നു. എന്നാൽ അതിനെതിരെ അള്ളാഹു നടപടിയെടുക്കുന്നതല്ല. ആ മനസ്സിൻ്റെ വിഷമം പോവാൻ നിങ്ങൾ തവക്കുൽ ചെയ്യുക, തവക്കുൽ ഉറപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് എന്താണ്? ഇയാൾ കറുത്ത പൂച്ച മുന്നിലൂടെ പോയപ്പോൾ തൻ്റെ യാത്ര അവസാനിപ്പിച്ചു. നാട്ടിലേക്ക് മടങ്ങി, അല്ലെങ്കിൽ തൻ്റെ തീരുമാനം അവസാനിപ്പിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ മടങ്ങിയാൽ അതാകുന്നു അള്ളാഹു നടപടിയെടുക്കുന്ന, അയാളിൽ വിധി എഴുതുന്ന ശകുനം എന്ന് പണ്ഡിതന്മാർ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു. ഒരു ഹദീസിൽ കാണാം, നിന്നെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുകയോ നിന്നെ തടയുകയോ ചെയ്ത നടപടിക്ക് പ്രേരകമാകുന്ന ശകുനം, അതാണ് ശകുനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിന്റെ സനദുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട് എങ്കിലും അതിൻ്റെ ആശയം മറ്റു റിപ്പോർട്ടുകളാൽ ബലപ്പെട്ടിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ശകുനത്തിൽ മനസ്സിന് വിഷമുണ്ടാവുക, അതാണ് ശകുനത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ്. നമ്മൾ അള്ളാഹു നടപടി എടുക്കൂല എന്ന് പറഞ്ഞു. അതിനുള്ള പരിഹാരം എന്താണ്? അയാൾ തവക്കുലുള്ളവനാവുക, വീണ്ടും തവക്കുൽ ഉറപ്പിക്കുക. അള്ളാഹുവാണ് എൻ്റെ ഖൈറും ശർറും തീരുമാനിക്കുന്നത് എന്ന് മനസ്സിൽ രൂഢമൂലമാക്കി തീരുമാനിച്ചതിൽ പുറപ്പെടുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി അയാളെ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ, അതിൻ്റെ കാരണത്താൽ അയാൾ പിൻവാങ്ങിപ്പോയാൽ അത് അയാളുടെ ജീവിതത്തിലെ അപകടമാണ്. അയാൾ ചെയ്തത് ശകുനം നോക്കലാണ്. ആ ശകുനം നോക്കൽ ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ ആ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശകുനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ശകുനത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഇത് ചെറിയ ശിർക്കാവാം, വലിയ ശിർക്കാവാം എന്ന് പറഞ്ഞു. എപ്പോഴാണ് വലിയ ശിർക്കാവുക? അതിൽ വലിയ ശിർക്കാവുന്ന ഘട്ടം പണ്ഡിതന്മാർ സൂചിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. മക്കയിലുള്ള മുശ്രിക്കുകൾ പറഞ്ഞു, മുതിർനാ ബിനൗഇ കദാ വകദാ, ഞങ്ങൾക്ക് ഇന്ന ഇന്ന നാറ്റുവേല കാരണം, അല്ലെങ്കിൽ ഇന്ന ഇന്ന നക്ഷത്രം മുഖേന മഴ ലഭിച്ചിരിക്കുന്നു, ഇന്ന നക്ഷത്രം കാരണമാണ് മഴ കിട്ടിയത് എന്ന് ജാഹിലിയത്തുകാർ പറഞ്ഞിരുന്നു. അത് പറഞ്ഞപ്പോൾ അവരിൽ രണ്ട് വിശ്വാസക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് മുസ്ലിങ്ങളും പറഞ്ഞിരുന്നു. സഹാബികളിൽ ജാഹിലിയത്ത് നിലനിൽക്കെയുള്ള സഹാബികൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുന്നത് വരെ സഹാബത്തിന് ഓരോന്നും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി ശരിപ്പെടുത്തിയ തങ്കപ്പെട്ട മനുഷ്യന്മാരാണ് സഹാബികൾ എന്ന് പറയുന്നത്. സഹാബികൾ ഒരു സുപ്രഭാതത്തിൽ ഒന്നാകെ നന്നായവരല്ല. അവരിലെ അബദ്ധങ്ങൾ ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തിക്കൊടുത്ത് സമൂഹത്തിന് തിരുത്തി കാര്യങ്ങളിൽ ക്ലിയർ വരുത്തി മാതൃകയായവരാണ് സഹാബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ സഹാബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഴ പെയ്തപ്പോൾ ചില ആളുകളുണ്ട്, അവർ പറയും മുതിർനാ ബിനൗഇ കദാ വകദാ, ഇന്നാലിന്ന ഞാറ്റുവേല കാരണം ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറയും. ആ പറയുന്നവരിൽ രണ്ട് വിശ്വാസക്കാരുണ്ട്. ഒന്ന്, ഈ മഴയ്ക്ക് കാരണം, ഈ മഴ പെയ്തത് അള്ളാഹുവിൻ്റെ ഇടപെടലില്ലാതെ ഈ നക്ഷത്രം മുഖേനയാണ്, നക്ഷത്രം സഹായിച്ചിട്ടാണ് എന്ന, മഴ പെയ്യുക എന്ന, മഴ പെയ്യിപ്പിക്കുക എന്ന അള്ളാഹുവിൻ്റെ മാത്രം പരിധിയിൽപ്പെട്ട കാര്യം നക്ഷത്രത്തിന് വെച്ചു കൊടുത്തവരുണ്ട്. അപ്പോൾ അത് വലിയ ശിർക്കായി. അതേസമയം ഈ നക്ഷത്രം മുഖേന അള്ളാഹു മഴ പെയ്യിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലോ അത് ചെറിയ ശിർക്കാണെന്ന് പറയും. കാരണം അയാൾ മഴ അള്ളാഹുവിലേക്ക് തന്നെയാണ് ചേർത്ത് വെച്ചത്. മഴ പെയ്യിപ്പിക്കൽ അത് അള്ളാഹുവാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നക്ഷത്രത്തിന് അതിന് കാരണമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു കാരണമായി പഠിപ്പിക്കാത്ത, ഭൗതികമായോ മതപരമായോ ഒരു ഹലാലായ നിലക്കോ ഹറാമായ നിലക്കോ അള്ളാഹു കാരണമായി പഠിപ്പിക്കാത്തതിനെ അയാൾ കാരണമായി സ്വീകരിച്ചു. അപ്പം അതിനെക്കുറിച്ച് ചെറിയ ശിർക്കാണെന്ന് പറയും. എന്ന പോലെ ഒരാൾ കറുത്ത പൂച്ച മുന്നിലൂടെ ഓടിയപ്പോൾ അയാൾ ആ പൂച്ച എനിക്ക് ദോഷം വരുത്തും എന്നാണ് വിശ്വസിച്ചതെങ്കിൽ അത് വലിയ ശിർക്കാണ്. അതാണ് പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളിലും, ഈ ജാറങ്ങളിലും മഠങ്ങളിലും പണമെറിയുന്നവരുടെ വിശ്വാസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മമ്പുറത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ ആളുകൾ ബസ്സിന്ന് പൈസ എറിയും. അത് വിശ്വാസം, തങ്ങളോട് ആദരവില്ലെങ്കിലും, തങ്ങളെന്ന വിശ്വാസവും മുസ്ലിം എന്ന ആളല്ലെങ്കിൽ പോലും അയാൾ ആ പണമെറിയുന്നത് കുരുത്തക്കേട് തട്ടുന്ന് പേടിച്ചിട്ടാണ്. രാവിലത്തെ ആദ്യത്തെ ട്രിപ്പിൽ അവിടെ 10 രൂപയെങ്കിലും എറിയാത്ത ബസ്സുകാർ കുറവാണ്. കുരുത്തക്കേട് പേടിച്ചിട്ടാണ്. ആരാ കുരുത്തക്കേട് നൽകുക?
തങ്ങൾ കുരുത്തക്കേട് നൽകും, തങ്ങളെ കുരുത്തക്കേട് കിട്ടും എങ്കിൽ അത് വലിയ ശിർക്കാണ്. കാരണം അയാൾ കാരണമായി, കുരുത്തക്കേടിന്റെ കാരണമായി വെച്ചത് ആരെയാണോ അയാൾ തന്നെയാണ് തന്നെ ഉപദ്രവിക്കുന്നത് എന്ന ഉപദ്രവത്തെ വറിനെ ആ മഖ്ലൂക്കിലേക്ക് ചേർത്ത് വെച്ചു. അപ്പോൾ വലിയ ശിർക്കാണ്. അതേ സന്ദർഭത്തിൽ ഞാൻ തങ്ങളെ ആദരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുരുത്തക്കേട് നൽകും. ആ തങ്ങളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഞാൻ ഈ കാണിക്കിടുന്നത്, ഈ പണം ഇടുന്നത് എന്നാണെങ്കിൽ അതിനെക്കുറിച്ച് പറയും ചെറിയ ശിർക്കാണ് എന്ന് പറയും. കാരണം അയാൾ തങ്ങളിൽ നിന്നല്ല കുരുത്തക്കേട് പേടിച്ചത്, അള്ളാഹു കുരുത്തക്കേട് തട്ടും. എപ്പോ ഈ പറയുന്നതിലൂടെ പോകുമ്പോൾ ഒരു വലിയ എടുക്കല്ലേ, അപ്പോൾ ആ വലിയനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് അവിടെ പണമെറിയൽ. അങ്ങനെ ഒരു പണം എറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ കാര്യം പറഞ്ഞു, അള്ളാഹ് അങ്ങനെ ഒരു കാരണം അവിടെ പഠിപ്പിച്ചിട്ടില്ല. സ്വതക്ക ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വലിയകളെ ആദരിക്കണം, വലിയാണെങ്കിൽ ആദരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതിൽ ഇങ്ങനെ ഒരു കാരണമുണ്ടെന്നും അത് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് അപകടം വരുമെന്നും ആരാ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിയിക്കാത്ത ഒരു കാരണത്തെ കാരണമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പം അത് ശിർക്കാണ്. ഏത് ശിർക്കാണ്? ചെറിയ ശിർക്കാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ശകുനത്തിൻ്റെ അടിസ്ഥാന വിധി പറഞ്ഞത് അത് ചെറിയ ശിർക്കാകുന്നു എന്നാണ്. കാരണം പൊതുവിൽ മുസ്ലിങ്ങൾ ഈ പറയുന്ന ഏലസ് കെട്ടുന്നവരോ ശകുനം നോക്കുന്നവരോ ഒടുവിലത്തെ ബുധനിന് ശകുനം കാണുന്നവരോ മുഹറം 10 ശകുനം കാണുന്നവർ, ദുൽഹിജ്ജ 10 ശകുനം കാണുന്നവർ, അങ്ങനെ വ്യത്യസ്ത ദിനങ്ങൾക്ക് ശകുനം കാണുന്നവർ, ശകുന ദിവനങ്ങൾ രേഖപ്പെടുത്തിയ കലണ്ടറുകൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ദിവസങ്ങളിലൊക്കെ അവർ ശകുനം കാണുമ്പോൾ പല കാരണത്തിനാണ്. എല്ലാ ദിവസത്തിലും ഒരേ കാരണത്തിന് ശകുനം കാണൂല. ചില ദിവസങ്ങൾ അന്ന് വിവാഹം പറ്റൂല എന്ന് പറയും. ഇപ്പൊ ചൊവ്വാഴ്ച പുതുവസ്ത്രം ധരിക്കരുത് എന്ന് പറയും. ഒടുവിലത്തെ ബുധൻ കിതാബ് തുടങ്ങരുത് എന്ന് പറയും. അല്ലാത്ത ബുധനാഴ്ചക്ക് കിതാബ് പെട്ടെന്ന് തുടങ്ങണമെന്ന് പറയും. അങ്ങനെ പല വിശ്വാസക്കാരുണ്ട്. പല ദിവസത്തിനും പലതും. ഇവർ ഇതിനൊക്കെ രേഖ പറയൽ അനുഭവങ്ങളാണെന്നാണ്. ഇതിന് രേഖ പറയുന്നത് ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാകുന്നു എന്നാണ്. ആ അനുഭവത്തിൻ്റെ വെളിച്ചം പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ല. മറിച്ച് ആ വിഷയത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ച ഒരു ആയത്തുണ്ട്. ആ ആയത്തിന് സാധാരണ ശകുനവാദികൾ തെളിവായി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ശകുനവാദികൾ പൊതുവെ ഒരു തെളിവായി കൊണ്ടുവരാറുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ശിക്ഷ ഇറക്കിയ സമുദായവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅർസൽന അലൈഹിം റീഹൻ സർസറൻ ഫി അയ്യാമിൻ നഹിസാത്തിൻ ലിനുദീഖഹും അദാബൽ ഖസ്യി ഫിൽ ഹയാത്തിദ് ദുനിയ വലഅദാബുൽ ആഖിറതി അഖ്സ വഹും ലാ യുൻസറൂൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താ ഈ ആയത്തിലുള്ളത്? സൂറത്ത് ഫുസ്സിലത്തിലെ 16-ാമത്തെ ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅർസൽനാ അലൈഹിം, അള്ളാഹു ആ ആദ് സമുദായത്തിന് അയച്ചു റീഹൻ സർസറൻ, തുടരെ തുടരെ കാറ്റയച്ചു. 7 പകലും 8 രാത്രിയും 7 പകലും നീണ്ടു നിൽക്കുന്ന കാറ്റ് അവർക്ക് മീതെ വന്നു. ആ കാറ്റിൽ അവർ തകർന്നടിഞ്ഞ് നശിച്ചു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ഫി അയ്യാമിൻ നഹിസാത്തിൻ, നഹ്സുള്ള ദിവസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിക്ഷ അയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ദിവസത്തിന് നഹ്സ് ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. ആ ദിവസത്തിൻ്റെ നഹ്സുകൾ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ അറിയുക? അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ ആയത്ത്. അതുപോലെ ഉലമാ ഒക്കെ പറഞ്ഞ അനുഭവങ്ങൾ. ഇതൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യത്തിനും നഹ്സുള്ള ദിനം ഏതാണ് എന്ന് പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിട്ടുണ്ട് എന്നും അതൊക്കെ മുസ്ലിം സമൂഹം കാലങ്ങളായി എടുത്തു പോരുന്നതാണ് എന്നുമൊക്കെ മലയാളത്തിലുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളും ഈ വിഷയത്തിൽ നമുക്ക് വായിച്ചാൽ കാണാൻ പറ്റും. എന്താണ് ഈ ആയത്തിൻ്റെ വിശദീകരണം? പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ 2 നിലക്ക് ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. 2 നിലക്ക് എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന് നഹ്സിന് വേണ്ടി ദുർവ്യാഖ്യാനിച്ച ശേഷം ജീവിച്ച പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ താഴെ നഹ്സിനെ കുറിച്ചുള്ള വിശ്വാസം അബദ്ധമാണ് എന്ന് തന്നെ തഫ്സീറിൽ ചർച്ച കൊണ്ടുവന്ന് നമുക്ക് കാണാൻ പറ്റും. വിശേഷ ഇബ്നു ആശൂർ റഹിമഹുല്ലാഹ് തൻ്റെ തഹ്രീർ തൻവീർ, നഹ്സിനെ കുറിച്ച് ആളുകൾക്ക് ചില സങ്കല്പമുണ്ട്, അത് തെറ്റാകുന്നു. ഈ ആയത്ത് അതിനെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്, അത് ശരിയല്ല. ഇനി ഈ ആയത്ത് നഹ്സിൻ്റെ വിഷയത്തിൽ ദുർവ്യാഖ്യാനിക്കപ്പെടുന്നതിന് മുമ്പ് ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഫി അയ്യാമിൻ നഹിസാത്തിൻ എന്ന് പറഞ്ഞാൽ ഫി അയ്യാമിൻ നഹിസാത്തിൻ അലൈഹിം. അപ്പോൾ ആദ് സമുദായത്തിന് ശിക്ഷ ഇറങ്ങിയ ആ ദിവസങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, നഹ്സുള്ള ദിവസങ്ങളിൽ
അള്ളാഹു അവർക്ക് ശിക്ഷ അയച്ചു. അതിൻ്റെ ഉദ്ദേശം എന്താ? അവർക്ക് നഹ്സുള്ള, അവർക്ക് മോശപ്പെട്ട ദിവസങ്ങളിൽ, അത് പണ്ഡിതന്മാർക്ക് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അപ്പം അതിൻ്റെ ഉദ്ദേശം? ഒരാൾക്ക് ഏതെങ്കിലും ഒരു ദിവസത്തിൽ, ഏതെങ്കിലും ഒരു മാസത്തിലെ ഒരു ദിവസത്തിൽ ഒരു അപകടം പിണഞ്ഞു, അയാൾക്കൊരു വാഹനാപകടമുണ്ടായി, അല്ലെങ്കിൽ അയാളുടെ തലയിൽ തേങ്ങ വീണു, അല്ലെങ്കിൽ അയാൾ അന്ന് ചെയ്ത മുഴുവൻ കാര്യങ്ങളും പരാജയത്തിലായി, അയാൾ അന്നത്തെ ദിവസത്തിൽ ഒരു വലിയ അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽപ്പെട്ട കാരണത്താൽ, താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പരാജയമായ കാരണത്താൽ ഇന്നത്തെ ദിവസം ഒരു സുഖമില്ലായിരുന്നു എന്ന് അയാൾ പറഞ്ഞാൽ, അത് കേട്ട ഒരു വ്യക്തി ഇനി എല്ലാ ചൊവ്വാഴ്ചയും, സഫറിലെ എല്ലാ ചൊവ്വാഴ്ചയും, അല്ലെങ്കിൽ സഫർ മാസത്തിലെ എല്ലാ 13-ാം തീയതിയും നഹ്സിൻ്റെ ദിനമാണ് എന്ന് തീരുമാനിച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ 7 ദിവസം, ഒരാഴ്ച മുഴുവനും ഈ പറഞ്ഞ അയ്യാമുൻ നഹ്സാത്ത്, നഹ്സിൻ്റെ ദിനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും നഹ്സാന്ന് പറയേണ്ടി വരും. കാരണം ആഴ്ചയിൽ 7 ദിവസം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിലൊന്നും ഒഴിവാക്കാനില്ല. അങ്ങനെ തിങ്കളാഴ്ചയും ചൊവ്വയും ബുധനും വ്യാഴവും ഒക്കെ നഹ്സാന്ന് പറഞ്ഞാൽ വർഷത്തിലെ മുഴുവൻ ദിവസങ്ങളും നഹ്സാന്ന് പറയേണ്ടി വരും. അപ്പോൾ അതല്ല ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അവർക്ക് മോശപ്പെട്ട ദിനമായിരുന്നു, അവർക്ക് ശിക്ഷ ഇറങ്ങിയ ദിനം, സംശയമല്ല. അപ്പോൾ എനിക്ക് മോശപ്പെട്ട ദിനം ഏതാണ് എന്ന് എനിക്ക് വന്ന് ഭവിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അത് കണ്ട് മറ്റൊരാൾ ആ ദിനം മോശപ്പെട്ടതാകുന്നു വർഷത്തിലൊക്കെ എന്ന് തീരുമാനിച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് ഇവർ പറയുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർക്ക് അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, അത് മുഖേന അവർ ഈ ദിവസം നഹ്സാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അന്നത്തെ ദിവസം വിവാഹം പാടില്ല, അന്നത്തെ ദിവസം ഒരു യാത്ര തുടങ്ങരുത്, അന്നത്തെ ദിവസം ബിസിനസ് തുടങ്ങരുത്, കാരണം അന്ന് ഇങ്ങനെ ഒരാൾ തുടങ്ങിയപ്പം അപകടം പറ്റിയിട്ടുണ്ട്, അത് ഒരുപാട് ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അന്നത്തെ ദിവസം നഹ്സാണ് എന്ന് ആളുകൾ തീരുമാനിക്കുന്നു. അതിനൊരിക്കലും ഇസ്ലാമിക ലോകത്ത് ബലമില്ല, ഇസ്ലാമിക ലോകത്ത് അംഗീകാരമില്ല എന്ന് ഈ ആയത്ത് തന്നെ വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ നഹ്സിനെ സംബന്ധിച്ചുള്ള അബദ്ധങ്ങൾ സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഒരു അപകടം വന്നാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ബാധിപ്പിച്ചതാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്തുകൊണ്ട് ബാധിപ്പിച്ചു? അതിൻ്റെ കാരണം ഞാൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്ത് വന്നാൽ ഫലാ തലൂമന്ന ഇല്ലാ നഫ്സഹു, സ്വന്തം നഫ്സിനെയല്ലാതെ അതിൽ ആരോപിക്കേണ്ടതില്ല, ആക്ഷേപിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതാണ് സൂറത്ത് യാസീനിൽ ആ നബിമാരുടെ സംഭാഷണത്തിലുമുള്ളത്. തോഇറുക്കും മഅക്കും, നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ശകുനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെയ്തികളാണ് അതിൻ്റെ നിമിത്തം. അതുകൊണ്ട് ഒരർത്ഥത്തിൽ ശകുനമുണ്ടോ എന്ന് ചോദിച്ചാൽ ശകുനമുണ്ട്. ആ ശകുനം ഏതെങ്കിലും മൃഗവുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. അതിനേതെങ്കിലും ദിവസവുമായി ബന്ധമുണ്ടോ? ഇല്ല. ഏതെങ്കിലും മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ ശബ്ദവുമായി ബന്ധമുണ്ടോ? അങ്ങനെയുമില്ല. അങ്ങനെ ഏതെങ്കിലും ഭൗതിക ലോകത്തുള്ള ഒരു വസ്തുവുമായിട്ടോ വ്യക്തിയുമായിട്ടോ അതിന് ബന്ധമില്ല. പിന്നെ എന്തുമായിട്ട് ബന്ധമുണ്ട്? ഒരു മനുഷ്യൻ്റെ തിന്മയുമായി അതിന് ബന്ധമുണ്ട്, ഒരു മനുഷ്യൻ്റെ ചീത്ത ചെയ്തിയുമായി അതിന് ബന്ധമുണ്ട്. അതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഒരു അപകടം ബാധിച്ചാൽ ആ ബാധിച്ച ദിവസത്തിലേക്കല്ല അയാൾ നോക്കേണ്ടത്, ആ ബാധിച്ച സന്ദർഭത്തിലേക്കല്ല അയാൾ നോക്കേണ്ടത്, ആ ബാധിക്കാൻ കാരണമായ തൻ്റെ തിന്മയിലേക്കാണ് അയാൾ നോക്കേണ്ടത്. അയാളുടെ കണ്ണ് പോകേണ്ടത്, അയാളുടെ ചിന്ത പോകേണ്ടത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപം സംഭവിച്ചിട്ടുണ്ടോ എന്നതിലേക്കാണ്. അത് തിരുത്തിയാൽ അയാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അപകടവും ഇല്ലാതാക്കുന്നതാണ്. ഇതാണ് ഇസ്ലാം ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതിലപ്പുറം അള്ളാഹു കാരണമായി വെക്കാത്ത കാരണങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കി അതിലേക്ക് തൻ്റെ മനസ്സിനെ ബന്ധിച്ചാൽ അത് ചെറിയ പക്ഷം ചെറിയ ശിർക്കാണ്, ഒരു വേള അത് വലിയ ശിർക്കുമാകും. അങ്ങനെ ശിർക്കിൻ്റെ ഗൗരവത്തിൽ എണ്ണപ്പെടുന്ന വലിയ പാപമാകുന്നു ഈ നഹ്സ് നോക്കൽ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണങ്ങളും അവയുടെ അകമ്പടിയോടെ പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളുമെല്ലാം നമ്മളെ അറിയിക്കുന്നത് അതാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള നഹ്സിലേക്ക് നമ്മുടെ ചിന്തകൾ പോവരുത്. അത് നമ്മുടെ മനസ്സിലേക്ക് തടയുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ ഉടൻ നമ്മൾ അള്ളാഹുവിലേക്കുള്ള തവക്കുൽ രൂഢമൂലമാക്കുക, ആ തവക്കുൽ കൂടുതൽ വർദ്ധിപ്പിക്കുക. എന്നിട്ട് നമ്മൾ അള്ളാഹുവിന് സമ്മതം ചോദിച്ച് അള്ളാഹുവിനോട് ഇസ്തിഖാറത്ത് നടത്തി അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് തീരുമാനിച്ച കാര്യം ഹലാലാണെന്ന് ഉറപ്പുവരുത്തി അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി.
ഞാൻ ചെയ്യുന്നത് ഹലാലാണോ എങ്കിൽ എനിക്കതിലൊരു ദോഷവുമില്ല. ഞാൻ ചെയ്യുന്നത് ഹറാമാണോ അതിൽ വെന്ന് ഭവിക്കാവുന്ന ഏത് ദുരന്തവും അതിന് ഞാൻ അർഹതപ്പെട്ടതാണ് എന്ന അടിസ്ഥാനം നാം മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ഇത്തരം നഹ്സിന്റെ വിശ്വാസങ്ങളോ ഏതെങ്കിലും മൃഗത്തിലേക്കോ പക്ഷികളിലേക്കോ ദിവസങ്ങളിലേക്കോ അത് ആരോപിക്കുന്നതോ ആയ ഒരു തെറ്റായ പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അള്ളാഹു അത്തരം മുവഹ്ഹിദുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും മരണം വരെ മുസ്ലിമായി ജീവിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്ന ധാരാളം മുഅ്മിനുകൾ അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും ദൂരീകരിച്ച് ആഫിയത്ത് നൽകി സൗഖ്യം നൽകി മരണം വരെ മുസ്ലിമായി ജീവിക്കാനും മുഅ്മിനായി മരിക്കാനും സന്തോഷത്തോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് അള്ളാഹു അവർക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനുകൾ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.